ഹായ് ഫ്രണ്ട്സ്, അപ്പം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡിസേർട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. എന്നാൽ പിന്നെ ഒട്ടും സമയം കളയാതെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതിനാവശ്യമായിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം കുറച്ച് ഉണക്കമുന്തിരി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള നെറ്റ്സൊക്കെ ഇതിലേക്ക് ഇട്ട് വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ അടുത്തുള്ളത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് ഞാനൊരു 2 നേന്ത്രപ്പഴം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് കനം കുറച്ചിട്ടൊന്നും കട്ട് ചെയ്തെടുക്കണ്ട. ഇനി ഈ പഴവും നമുക്ക് നെയ്യിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്തതിന് ശേഷം അതിൻ്റെ കളറൊക്കെ മാറി വരുന്നത് വരെ നല്ലതുപോലെ ഒന്നിങ്ങനെ വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി മറ്റൊരു പാനിൽ നമ്മളൊരു 500 ml പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി പാല് നല്ലതുപോലെ തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു മിക്സ് ഒഴിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മിക്സ് റെഡിയാക്കുന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 2 ടീസ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ നിന്ന് കലക്കിയതിന് ശേഷം അതാണ് കേട്ടോ അതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. കൈയെടുക്കാതെ നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഒന്ന് കുറുക്കിയെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ വാനില എസൻസ് നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ നിങ്ങൾക്ക് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ പാലൊക്കെ നല്ലതുപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പഴത്തിൻ്റെ മിക്സ് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുറച്ച് പഴം നമ്മൾ മാറ്റി വെക്കണം കേട്ടോ. ഇനി ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഇത് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പഴവും മുന്തിരിയൊക്കെ ഇതിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മളിത് കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ ചൂടോട് കൂടെ കഴിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം കഴിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് ലൂസായിട്ടല്ല ഒരു പുഡിങ് രീതിയിലാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തിട്ടുള്ള കോൺഫ്ലവറിൻ്റെ അളവൊന്ന് കൂട്ടിയെടുത്താൽ മതി. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. നമ്മളെ വീട്ടിലൊക്കെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ കുറഞ്ഞ ടൈമിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. നമ്മുടെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ആ ബെല്ലൈക്കണിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് ഇതുപോലുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.